നമസ്കാരം. ഈ കൃസംഖികൾ അവരാണ് ലോകത്തിൽ ചതി കണ്ടുപിടിച്ച ആൾക്കാർ. അവരുടെ മുഖത്ത് കാണുന്ന വികാരമായിരിക്കില്ല അവരുടെ മനസ്സിൽ. ആർജവം എന്നൊന്നുണ്ട്. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വാക്കുകളായിട്ട് പുറത്തു വരുന്നു, അത് തന്നെ പ്രവർത്തിക്കും. അവരാണ് നല്ലവരെന്ന് പറയുന്നത്. ഇത് മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് നാക്കുകളുടെ മറ്റൊന്ന് പുറത്തു വരും, പ്രവൃത്തി വേറൊന്ന്. ഇതാണ് കൃസംഖി നസ്രാണികൾ. ലോകത്തെ എല്ലായിടത്തെയും സ്ഥിതി ഏതാണ്? ചതി വഞ്ചന, ചതി വഞ്ചന, ചതി വഞ്ചന. അതാണ് മുഖമുദ്ര. പക്ഷേ ഇതെല്ലാം ഏത് ചതിയുടെ കാര്യമാണെങ്കിലും വഞ്ചനയുടെ കാര്യമാണെങ്കിലും ഇതൊക്കെ കാണാനും കേൾക്കാനും വിലയിരുത്താനും എല്ലാത്തിനും മേലെയായിട്ട് ഒരുവനുണ്ട്. അതിനെ പ്രകൃതി ശക്തി എന്ന് വിളിച്ചോളൂ, ഭഗവാൻ എന്ന് വിളിച്ചോളൂ, അള്ളാഹു എന്ന് വിളിച്ചോളൂ, യഹോവ എന്ന് വിളിച്ചോളൂ, എന്ത് വേണേ വിളിച്ചോളൂ. പക്ഷേ ഒരു സത്യം അവശേഷിക്കുന്നുണ്ട് ഈ ലോകത്തിൽ. അത് കാലാകാലങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും അനുഭവകൃതവുമാണ്. ഇവിടെ കേരളത്തിൽ നസ്രാണികൾ വന്നിട്ട് ഇവിടെ വന്ന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പാൽപ്പൊടിയും ഗോതമ്പ് പൊടിയും കൊടുത്ത് മതം മാറ്റിയതിന് കയ്യും കണക്കുമില്ല. ഇത് മതം മാറ്റി കൊണ്ടുപോയിട്ട് പിച്ച തണ്ടാൻ ഡൽഹിക്ക് അയക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങൾ ദളിത് ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞിട്ട്. ക്രിസ്ത്യാനികളിൽ എവിടെയാണ് ദളിത് ക്രിസ്ത്യാനി? പുലയൻ മതം മാറി എവിടെ ചെന്നാൽ പുക്രിയാണ് അവർക്ക്, പുലയ ക്രിസ്ത്യാനി. ഈഴവൻ മതം മാറി ചെന്നാൽ ഈക്രിയാണ് അവർക്ക്, ഈഴവ ക്രിസ്ത്യാനി. നായർ മതം മാറി ചെന്നാൽ നാക്രിയാണ്, പുറകിലത്തെ ബെഞ്ചിലാ സ്ഥാനമെന്നർത്ഥം. ഈ രീതിയിലുള്ള കൺവർഷൻ നടക്കുമ്പോഴും അതേ ചതിമഞ്ജനയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റൂ. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ക്രിസ്ത്യാനി, ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നായർ മതം മാറി അവിടെ ചെല്ലുമ്പോൾ ക്രിസ്ത്യാനി, തിരിച്ചിവിടെ വരുമ്പോൾ അയാൾക്ക് നായർ സ്ഥാനം കിട്ടില്ല. ഹിന്ദു മതത്തിലേക്ക് മതം മാറാം, നായർ മതത്തിലേക്ക് അങ്ങനെ ഒരു മതമില്ലല്ലോ. അങ്ങനെ ഒരുപാട് പേര് ട്രാപ്പിൽ പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, അത്തരം കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെ കുന്നുമുകളുണ്ടോ അവിടെയൊക്കെ കുരിശുമല സ്ഥാപിക്കും. ഒരിക്കൽ സത്യാനന്ദ സരസ്വതി പറഞ്ഞ പോലെ അവൻ ഇറങ്ങി വരുന്ന സമയത്ത് യേശുക്രിസ്തു അന്തിക്രിസ്തു വരുന്ന സമയത്ത് ഇവന്മാർക്കൊക്കെ പേടിയാണ്. അവിടെ കിട്ടിയെടുത്ത് വെച്ച് കുരിശ് അന്വേഷിച്ച് കിടക്കാൻ സമയമില്ലല്ലോ. അവിടെ എവിടെയാണ് വന്നിറങ്ങുന്നത് അവിടെ വെച്ചിട്ട് അടുത്ത കുരിശെടുത്ത് അതുമ്പോൾ തറച്ച് വീണ്ടും പറഞ്ഞയച്ചോ എന്നുള്ള രീതിയിൽ ചതിയും വഞ്ചനയും മുഖമുദ്രയായിട്ട് നടക്കുന്ന ആളുകൾ. ഇപ്പോൾ അവരുടെ പ്രധാന പരിപാടി അവരുടെ ചതിയും വഞ്ചനയും മറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കുഷ്ഠരോഗത്തെ മറയ്ക്കാൻ കുട്ടിക്കൂറ പൗഡർ ഇട്ടിട്ട് കാര്യമില്ല. കുറച്ച് നേരം കുട്ടിക്കൂറ പൗഡറിൻ്റെ മണം വരും, കുറച്ച് നേരം ആ കുഷ്ഠരോഗം മറഞ്ഞു കിടക്കും, വീണ്ടും ആ കുഷ്ഠരോഗത്തിൻ്റെ മണവും കുട്ടിക്കൂറയുടെ മണവും കൂടിയിട്ടാവും പുറത്തേക്ക് പിന്നെ വരിക. ആയതുകൊണ്ട് തന്നെ ഇവർ മറയ്ക്കാൻ ശ്രമിക്കുന്നത്, നാട്ടുകാരെ കൊണ്ട് മറപ്പിക്കാൻ ശ്രമിക്കുന്നത് അതൊന്നും വിലപ്പോവില്ല. ഇവിടെ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യമുണ്ട്. ഇവരോട് പറഞ്ഞ 1921 ലഹളയുടെ കാര്യം പറഞ്ഞു. വാര്യംകുന്നൻ ചതിയനാണ്. വാര്യംകുന്നൻ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത വാര്യംകുന്നനെ രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിക്കാൻ നടക്കുക. ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ, അതുകൂടി ഇനി ഇവർ പറയും. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കലല്ല, ആസനം നക്കികളായിരുന്നു ഈ നസ്രാണികൾ. ഇപ്പോൾ ഈ പറയുന്ന കൃസംഖികളായിട്ട് നടക്കുന്ന മ്ലേച്ഛന്മാർ. ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ഞാൻ തൃശ്ശൂരിലാണ് ജനിച്ചത്. തൃശ്ശൂരിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പേര് തൃശ്ശൂർ ലഹള എന്നായിരുന്നു. ഇവിടെ ഈ പറയാൻ പോകുന്ന കാര്യം എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര കാലം അറിഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഭരണമായിരുന്നു. അവരുടെ പത്രത്തിലൂടെയും അവരുടെ റേഡിയോ സംവിധാനങ്ങളിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരുന്നത്. അതിനുശേഷം കഴിഞ്ഞു വന്നപ്പോൾ ഇവിടെ സവർണന്മാരുടെ കയ്യിലായി കാര്യങ്ങളൊക്കെ. ഇത് കഴിഞ്ഞാൽ മനോരമ മുത്തശ്ശി, ദീപിക മുത്തശ്ശി, നസ്രാണി ദീപിക എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ഇതിൽ കൂടിയാണ് 100 വർഷം മുമ്പ് 100 വർഷമായി നസ്രാണി ദീപിക അവിടെ രൂപീകരിച്ചിട്ട്. ഇതിൽ കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. ആരും ഈ ഒരു സത്യം, അതായത് അവർക്കറിയാം നാണം കെട്ട, മാനം കെട്ട, അന്തസ് കെട്ട, ആഭിയാത്യം കെട്ട 100-ആം നമ്പർ ചെറ്റത്തരം
ബ്രിട്ടീഷുകാരുടെ ആസനം നക്കികളായിട്ട് ജീവിച്ച് ഈ കേരളത്തെ എന്നല്ല കേരളത്തിലെയും ഭാരതത്തെയും ഒറ്റിക്കൊടുത്ത ചരിത്രമുള്ള ചതിയുടെ ചരിത്രമുള്ള തൃശ്ശൂർ ലഹള, ആ കാര്യം നമ്മളെ അറിയിച്ചില്ലാരും. അതിന് മൂടിയിട്ടിരിക്കുകയായിരുന്നു വാസ്തവത്തിൽ. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നൊരു കഥയുണ്ട്. ഒരു അമ്മ അവർ 2-3 കുട്ടികൾ വേണ്ടി അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്പലം അകലേന്ന് കാണാം, ഒരു ചെറിയൊരു വഴിയാണ്, അറ്റത്ത് അമ്പലമാണ്. ആ വഴിയിലൂടെ നടന്നിട്ട് വേണം അമ്പലത്തിലെത്താൻ. അവിടെ വെച്ചപ്പോൾ കയ്യിലുള്ള കുട്ടിക്ക് അവന് ഉടനെ തന്നെ അവിടെ മലവിസർജനം നടത്തിയേ മതിയാകും, വയറിളക്കമുണ്ട്. അവൻ അവിടെ അപ്പം തന്നെ പണിയൊപ്പിച്ച് വെച്ചു. ഈ പണിയൊപ്പിച്ച് ആൾക്കാർ വന്നപ്പോൾ കണ്ടാലോ ഈ സ്ത്രീക്ക് പേടിയായി. അപ്പോൾ ഈ സ്ത്രീ അമ്പലത്തിലേക്ക് കൊണ്ടുപോയിരുന്ന പൂവ്, ആ പൂവ് ഇതിൻ്റെ മേലെ കൊണ്ടിട്ടു. ഇവൻ അവിടെ പരിപാടി ഒപ്പിച്ച് വെച്ചതിൻ്റെ അതിൻ്റെ മേലെ കൊണ്ടിട്ടു. അവനങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ പിന്നാലെ വന്ന ആൾ അധികാലത്താണ്, ആ ഇളം സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അയാളും വെളിച്ചത്തിൽ കണ്ടു എന്തോ അവിടെ പൂവിടുന്ന കണ്ടു. അപ്പോൾ ഇയാൾ വിചാരിച്ചു അവിടെ പൂവിടണമെന്ന്. അയാളുടെ കയ്യിലുള്ള കുറച്ച് പൂ അവിടെ ഇട്ടു. അത് ഞാൻ അടുത്ത ആൾ നോക്കുമ്പോൾ അയാളും പൂവിട്ടു. അവസാനം പൂവിൻ്റെ ഒരു കൂമ്പാരമായി മാറി. അവസാനം അമ്പലം തുറന്ന് എല്ലാം കഴിയുമ്പോഴാണ് പൂജാരി പറയുക, എന്താ അവിടെ കൊണ്ട് ആൾക്കാർ പൂവിടണേ, എന്താ അവിടെ സംഭവം? അവിടെ അടിച്ചു വാരി കളഞ്ഞപ്പോൾ സ്ഥിതി എന്താ? അവിടെ പൂവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഉച്ചയായപ്പോഴേക്കും മണം വന്നു തുടങ്ങി പുറത്തേക്ക്. അപ്പോൾ ആരോ പറയേണ്ട അവിടെ പൂവിട്ടിട്ടുണ്ട്, പക്ഷെ വൃത്തികെട്ട മണമാണ് വരുന്നത്. നോക്കിയപ്പോൾ എന്താ, ഇതാണ് സംഭവം. ഇതുപോലെ എത്ര പൂ കൊണ്ട് മൂടിയാലും സത്യം അത് വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാളല്ലെങ്കിൽ നാളെ എന്നാൽ അത് വെളിച്ചത്ത് വരും. അത് ഈശ്വരഹിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ സത്യം ഇവർ ഇസ്ലാമോഫോബിയും കൊണ്ട് വാര്യംകുന്നൻ ദ്രോഹിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരത്താൻ ശ്രമിക്കുകയാണ്. നമ്പർ 1 ദ്രോഹികളായിട്ടുള്ള ഇവർ അവരുടെ 2 കാലും മണ്ണിൽ പൂഴ്ത്തിയിട്ടാണ് ഒറ്റക്കാലിനെ മന്ദൻ വിളിച്ചിരുന്നത്. അപ്പുറത്ത് നോക്കിയിട്ട് വാര്യംകുന്നനെ കളിയാക്കിയിരുന്നത്, മുസ്ലിങ്ങളെ കളിയാക്കിയിരുന്നത്, മുസ്ലിങ്ങളെ അവമാനിക്കാൻ ശ്രമിച്ചിരുന്നത്. ഇവിടെ ആ ചരിത്രം ഇന്നിപ്പോൾ എല്ലായിടത്തും കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും എന്നോടത് പറയണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനത് പറയണം. ഞാൻ നേരത്തെ അറിഞ്ഞ ചരിത്രമാണ്. തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും ഈ ചരിത്രം അറിയാം. 1921 അത് നടന്നത് ക്രിസ്ത്യൻ ലഹള. ഈ പറയുന്ന സംഖികൾ ഇന്നിപ്പോൾ എനിക്ക് വലിയ അഭിമാനമുണ്ട് കേട്ടോ. പക്ഷേ പേറ്റൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ക്രിസംഖികൾ എന്നുള്ള പേര് കണ്ടുപിടിച്ചതും അതിൻ്റെ ഉപജ്ഞാതാവ് ഞാനാണ് വാസ്തവത്തിൽ. അതറിയുന്നവർക്ക് അറിയുള്ളൂ. എന്തായാലും അത് കൈവിട്ടു പോയി. അതിപ്പോൾ ലോകത്തിൻ്റെ ഭാഷയായിട്ട് മാറി. അത് പോട്ടെ, അതെന്തിനാവട്ടെ, നമുക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല, പറഞ്ഞു മാത്രം. അങ്ങനെയുള്ള ക്രിസംഖികൾ, ഈ നസ്രാണികൾ, അവർ വല്ലാതെ ഇസ്ലാമിനെ തിരിയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല. ശുദ്ധ പ്രോസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, വേശ്യാസ്ത്രീകൾ. അവർ മറ്റുള്ള പെണ്ണുങ്ങൾ എന്താ പറയുന്നറിയോ? ഏതെങ്കിലും പെണ്ണുങ്ങളെ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവൾ പോക്കാ, ഇവളെന്താ സ്ഥിതി? കാരണം അവൾക്ക് പറ്റിയതോ പറ്റി, ഇനി അവൾക്കതിന് മോചനമില്ല. അപ്പോൾ മറ്റുള്ളവരെ അപമാനിക്കുക, അത് ആൾക്കാരുടെ സ്വഭാവമാണത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മറ്റേ മന്ദുകാലിൻ്റെ കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ഈ നസ്രാണികൾ, ഈ ക്രിസംഖികൾ, അവർക്കിപ്പോൾ ഊണിലും ഉറക്കത്തിലും നമ്മളുടെ ശിശുപാല മഹാരാജാവിന് ശ്രീകൃഷ്ണനോടുള്ള വൈരാഗ്യം പോലെയാണ്. ഊണിലും ഉറക്കത്തിലും ശ്രീകൃഷ്ണനായ നമുക്കെന്ന് വിചാരമുണ്ടായിരുന്നുള്ളൂ. അവസാനം ശത്രുവായിട്ട് പോലും തന്നെയാണല്ലോ സ്മരിച്ചിരുന്നത്, അതിന് മോക്ഷം കൊടുക്കുകയും ചെയ്തത്. ഇതുപോലെ ക്രിസംഖികൾക്കും ഈ നസ്രാണികൾക്കും ഒറ്റ വിചാരമേ ഉള്ളൂ: ഇസ്ലാം 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 ഇസ്ലാം, മുസ്ലിം 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 മുസ്ലിം, ഇസ്ലാം 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 ഇസ്ലാം, മുസ്ലിം 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 മുസ്ലിം. അവർക്കുണ്ടാകുന്ന സാമൂഹികമായിട്ടുള്ളവരുടെ കെട്ടുറപ്പ്, സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം, സാംസ്കാരികമായിട്ടുള്ള വല്ലാത്ത മേൽക്കയറ്റം, ഇതൊക്കെയും അസൂയ ജനിപ്പിക്കേണ്ട, പൗഷ്യം ജനിപ്പിക്കേണ്ട, പോര് കുശുമ്പ്, ഈ രീതിയിൽ സത്യം പറഞ്ഞാൽ തലയ്ക്ക് വട്ട് പിടിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഈ ക്രിസംഖികളുടെ, നസ്രാണികളുടെ വട്ട് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ഇസ്ലാമിനെ തിരിയുന്നത്. ഇസ്ലാമിനെ തിരിയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്: അവർ ചെയ്ത ഒരു മഹാ അപരാധം, ചതി, വഞ്ചന. കേട്ടുകൊള്ളുക. 1921, എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പി ഇരിക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് ഞാൻ വിശദീകരിക്കുന്നത്. 1921 മാപ്പിള ലഹളയെക്കുറിച്ച് നമ്മളത് നിരന്തരം കേൾക്കാറുണ്ട്. 1921 ക്രിസ്ത്യൻ ലഹളയെക്കുറിച്ച്, മാപ്പിള ലഹളയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമ വരാൻ പോകണം. അത് പുഴു മുതൽ പുഴു വരെ, മുഴ മുതൽ പുഴ വരെ എന്നൊക്കെ പറഞ്ഞുള്ള സിനിമകൾ വരുന്നുണ്ടാക്കി നമുക്കറിയാം. ഇവിടെ ഇപ്പം ഇതിൻ്റെ ഇടയിൽ പ്രഖ്യാപിച്ചിരുന്ന വാര്യംകുന്നൻ സിനിമ വേണ്ടെന്ന് വെച്ചു എന്നൊരു ന്യൂസ് വന്നു. ഒരു വേണ്ടെന്ന് വയ്ക്കലും ഉണ്ടായിട്ടില്ല. 2 ഭാഗമായിട്ട് 4.5 മണിക്കൂർ ചിത്രം പുറത്തു വരാൻ പോവുകയാണ്. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ
150 കോടി രൂപയോളം അതിന് ചിലവുണ്ട്. അതിനകത്ത് വിദേശികളായിട്ട് അഭിനയിക്കുന്നത് വിദേശികൾ തന്നെയാണ് അഭിനയിക്കുന്നത്. അതിന് ഗംഭീരമായിട്ട് അതിൻ്റെ ഈ ചോക്ലേറ്റ് ബോയ് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്, അതിൻ്റെ പിരിഞ്ഞു പോയതൊന്നുമല്ല മറ്റേ പൃഥ്വിരാജ്. അപ്പോൾ അതങ്ങനെ അപ്പോൾ അത് വരുന്നുണ്ട്, ആ സിനിമ വരുന്നുണ്ട്. വാരിയും കുന്നൻ കൂടുതൽ പ്രചണ്ഡമായിട്ടുള്ള കൊടുങ്കാറ്റായിട്ടാണ് വരുന്നത്. അത് നല്ലൊരു ന്യൂസാണ് നമുക്ക് കേൾക്കുക. അപ്പോൾ ക്രിസ്ത്യൻ ലഹള അതേക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ ലഹള നടത്തിയപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആസനം നക്കികളായിട്ട് നടന്ന ലഹളയാണ് ക്രിസ്ത്യാനികളുടെ ലഹളയാണ് ക്രിസ്ത്യൻ ലഹള. തൃശ്ശൂർ പൂരം പോലും ആ 1921 തൃശ്ശൂർ പൂരം മുടങ്ങിയെന്ന്. ആദ്യം തൃശ്ശൂർ പൂരം ചരിത്രത്തിൽ തൃശ്ശൂർ പൂരം ഉണ്ടായിട്ട് 200 ചില വർഷങ്ങളേ ആയിട്ടുള്ളൂ. ശക്തൻ തമ്പുരാൻ്റെ കാലത്തുണ്ടായതാണ്. അതിന് ആദ്യത്തെ മുടക്കമുണ്ടായത് ഈ നാറി ക്രിസ്ത്യാനികൾ കാരണം കൊണ്ടാണ് ആദ്യത്തെ മുടക്കം ഉണ്ടായത്, നസ്രാണികൾ കാരണം കൊണ്ട്. 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും കോഴിക്കോട് സന്ദർശിച്ചത്. വെള്ളയിൽ ബീച്ചിൽ 20,000 പേർ പങ്കെടുത്ത മഹാസമ്മേളനം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളങ്ങുന്ന ഏടാണ്. ഖിലാഫത്ത് പ്രക്ഷോഭത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ മഹാസമ്മേളനത്തിൽ സ്വാഗത പ്രസംഗം നടത്തിയത് വി രാമ അയ്യരായിരുന്നു. നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR കൃഷ്ണയ്യരുടെ നമ്മുടെ കൃഷ്ണയ്യരുടെ പിതാവ്. അന്ന് ഗാന്ധിജിയോട് പ്രസംഗിച്ചു. അന്ന് ഗാന്ധിജി എന്ന് ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുക അദ്ദേഹം. ഗാന്ധിക്ക് ഇംഗ്ലീഷാണ് കൂടുതൽ വശം. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലായിരുന്നല്ലോ. ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് K. മാധവൻ നായരായിരുന്നു. K. മാധവൻ നായരും ഖിലാഫത്ത് പ്രസ്ഥാനമായിട്ട് നല്ല ബന്ധമായിരുന്നല്ലോ. സമ്മേളനത്തിൽ KP രാമനുണ്ണി മേനോൻ ഖിലാഫത്ത് ഫണ്ടിലേക്ക് അന്നത്തെ കാലത്താണ് കേട്ടോ 2500 രൂപയുടെ ചെക്ക് സംഭാവനയായിട്ട് നൽകി. അതായത് ഒരു എറ്റ്മാഷ്കൊക്കെ 6 രൂപ 7 രൂപ ശമ്പള കാലത്തായി പറയുന്നത്. ഖിലാഫത്ത് ഫണ്ടിലേക്ക് 2500 രൂപയുടെ ചെക്ക് സംഭാവനയായി നൽകി. കേരളത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി പകർന്ന മഹാസമ്മേളനമായിരുന്നു അത്. കോൺഗ്രസ് ഖിലാഫത്ത് കമ്മിറ്റികൾ ഒന്നായതോടെ അത് രണ്ടുപേരും കോൺഗ്രസും ഖിലാഫത്തും ഒന്നായതോടു കൂടിയിട്ട് ഉയർന്നു വന്ന മതമൈത്രി. ബ്രിട്ടീഷുകാർക്ക് അത് കാണാൻ പറ്റുമോ? നസ്രാണികൾക്ക് അത് കാണാൻ പറ്റുമോ? അവരത് തകർക്കാൻ പാടുപെട്ടു. 1921 ഫെബ്രുവരി 16 K. മാധവൻ നായർ തമിഴ്നാട് കോൺഗ്രസ് ലീഡർ യാക്കൂബ് ഹസൻ സേട്ട്, ഗോപാലമേനോൻ, മൊയ്തീൻ കോയ തുടങ്ങിയ നേതാക്കളോട് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ മലബാർ കളക്ടർ EF തോമസ് ആവശ്യപ്പെട്ടു. അത് നിരസിച്ചുകൊണ്ട് ജയിലിൽ പോകാൻ തയ്യാറായ നേതാക്കളെ അഭിനന്ദിക്കാൻ ഫെബ്രുവരി 20 തൃശ്ശൂർ തേക്കുംകാട് മൈതാനിയിൽ കോൺഗ്രസ് പൊതുയോഗം പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് പക്ഷപാതികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ സമ്മേളനവേദി അടിച്ചു തകർത്തു. അന്നും എന്നും എപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഞാൻ കാല് നക്കി ചെരുപ്പ് നക്കി എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു കുഴപ്പമില്ല, കാല് ചെരുപ്പൊക്കെ നക്കാം. ആസന നക്കികളായിരുന്നു അവർ വെള്ളംകോരികളും പറകുപറ്റികളും ആസന നക്കികളായിരുന്നു. ഇവർ എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ ജയിലിൽ പോകാൻ തയ്യാറായ നേതാക്കളെ അഭിനന്ദിക്കാൻ വേണ്ടി യോഗം ചേർന്നത് 20 തൃശ്ശൂർ തേക്കുംകാട് മൈതാനിയിൽ കോൺഗ്രസ് പൊതുയോഗം പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് പക്ഷപാതികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ, എന്നും ബ്രിട്ടീഷ് പക്ഷപാതികളാണ് അവർ, ഇന്നും അത് തന്നെയാണ്. ആ ക്രിസ്ത്യാനികൾ സമ്മേളനവേദി അടിച്ചു തകർത്തു മാത്രമല്ല തീയിടുകയും ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പൊതുയോഗം നടത്താൻ ശ്രമിച്ചെങ്കിലും ക്രിസ്ത്യാനികൾ അതുകൊണ്ട് തടഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ വിട്ടില്ല, അവർക്കും ആവേശമുണ്ടല്ലോ. ഫെബ്രുവരി 26 പാരിയത്ത് ചെറിയ കുഞ്ഞുണ്ണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാർ പൊതുയോഗം നടത്തി നിസ്സഹകരണ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത ദിവസം 1921 ഫെബ്രുവരി 27 ഞായറാഴ്ച തൃശ്ശൂരിൽ കുപ്രസിദ്ധമായ ലോയൽറ്റി പ്രൊസഷൻ നടന്നത്. അന്നാണ് ഈ ലോയൽറ്റി മാർച്ച് നടന്നത്. 1500-ലേറെ ക്രിസ്ത്യാനികൾ ആയുധവും കയ്യിലെന്തിയിട്ട് നോക്കണം. വരികുന്നതിനെ കുറ്റം പറയുന്ന ആയുധലഹള നടത്തി ഹിന്ദുക്കളെ കൊന്നു നോക്കി പറഞ്ഞ ആൾക്കാർ ചെയ്ത കാര്യമാണ് പറയുന്നത്. 1500-ലേറെ ക്രിസ്ത്യാനികൾ ആയുധവും കയ്യിലെടുത്തുകൊണ്ട് പോലീസിൻ്റെയും ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെയും സഹായത്തോടെ ഈ നക്കികൾ ബ്രിട്ടീഷുകാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തൃശ്ശൂർ നഗരത്തിൽ പ്രകടനം നടത്തി. ചരിത്രമാണത്. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലും ആക്രമിച്ചു. ഹിന്ദുക്കളെ ആക്രമിച്ചു, മുസ്ലിങ്ങളുടെയും ആക്രമിച്ചു. കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചു.
അന്ന് മുസ്ലിങ്ങൾ ഇന്നത്തെ പോലെയല്ല. അവർക്ക് സാമൂഹികമായിട്ടുള്ള കെട്ടുറപ്പില്ല, സാംസ്കാരികമായിട്ടുള്ള ഉന്നമനം ഇന്നത്തെ പോലെ അവർ ഖുറാൻ മറ്റുള്ള കാര്യങ്ങൾ അതിൻ്റെ അത്തരം ചരിത്രങ്ങളൊന്നും അവർക്ക് അറിയില്ല. ഇന്നത്തെ പോലെ മക്കയിലേക്ക് ഇങ്ങനെ ആൾക്കാർ പോകുന്നു അത്രത്തോളം. പിന്നെ മാത്രമല്ല സാമ്പത്തികമായിട്ടും അവരത്ര ഉന്നമനമുള്ള ആൾക്കാരൊന്നും അല്ല വാസ്തവത്തിൽ. ആയതുകൊണ്ട് അവരെ തകർത്ത് കളയുക, അത്രയേ ഉള്ളൂ. അതുപോലെ ഹിന്ദുക്കൾ പാവങ്ങളാണല്ലോ, ഇന്നും പാവങ്ങളാണല്ലോ. അവരുടെ മെക്കറ്റല്ലേ കയറിയിട്ടുള്ളൂ. വീടുകളും സ്ഥാപനങ്ങളും ആക്രമിച്ചു, കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ചേർന്ന് ചെറുത്തു നിന്നെങ്കിലും പോലീസ് ക്രിസ്ത്യൻ ആക്രമണം, പോലീസുകാരും ക്രിസ്ത്യാനികളും ചേർന്നുള്ള ആക്രമണം രൂക്ഷമായി തുടർന്നതോടെ ഡോക്ടർ AR മേനോൻ, നമ്മുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയാണ് കേട്ടോ, AR മേനോൻ റോഡുണ്ട് അവിടെ, തൃശ്ശൂർ നായക്കനാർ മുതൽ കോട്ടപ്പുറം വരെയുള്ള റോഡിൻ്റെ പേര് ഡോക്ടർ AR മേനോൻ റോഡാണ്. ഡോക്ടർ AR മേനോൻ്റെയും മാറായി കൃഷ്ണമേനോൻ്റെയും നേതൃത്വത്തിൽ തൃശ്ശൂരിലെ ഹിന്ദു നേതാക്കൾ ഏറെ നാട്ടിലെ മാപ്പിളാരുടെ സഹായം തേടി. രക്ഷയില്ലാതെ മലബാറിൽ നിന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്ന 100 കണക്കിന് യുവാക്കൾ തൃശ്ശൂരിലെത്തി. തിരുവമ്പാടി ക്ഷേത്രത്തോട് ചേർന്നായിരുന്നു അവർക്ക് താമസ സൗകര്യം ഒരുക്കിയത്. ഏറെ നാടൻ സൈന്യം തൃശ്ശൂരിൽ റൂട്ട് മാർച്ച് നടത്തി. ക്രിസ്ത്യൻ കലാപകാരികളെ ഒതുക്കി, ശരിക്കും അടിച്ചൊതുക്കുകയാണ് ഉണ്ടായത്. കണ്ടോടത്ത് വെച്ചിട്ട് ഓടിച്ചൊതുക്കി. തൃശ്ശൂരിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള ആപാലവൃദ്ധം ജനങ്ങളെ വിജയപേരി മുഴക്കി റോഡിലിറങ്ങി മലബാറിൽ നിന്നെത്തിയ പോരാളികളെ മാലയിട്ട് സ്വീകരിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം അതിനേക്കാൾ നല്ല സ്നേഹമസൃണമായിട്ടുള്ള രീതിയിലുള്ളൊരു യാത്രയപ്പം നടത്തി. ദിവാൻ വിജയ രാഘവാചാര്യയുടെ നേതൃത്വത്തിൽ അന്ന് ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് ഇന്ത്യക്കാരെ ആക്രമിച്ച സംഘികളും വെള്ളക്കാരുടെ ആസനം നക്കികളായിട്ടുള്ള ക്രിസംഘികളും നസ്രാണികളും ഇന്നും ഈ സ്വാതന്ത്ര്യ സമര പോരാളികളോട് അസഹിഷ്ണുത കാണിക്കുകയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും അത്ഭുതപ്പെടാനുണ്ടോ? അന്നേ തുടങ്ങിയതാണ് ഇവരുടെ ഈ ചെറ്റത്തരം. ഇന്നും അത് തന്നെ കാണിക്കുന്നു. അന്നും ഇന്നും അവർ അധികാരത്തിലിരിക്കുന്നവരുടെ കൂട്ടിക്കൊടുപ്പുകാരാണ്. ഇപ്പോൾ BJP അധികാരത്തിൽ വന്നപ്പോൾ അവിടെ നക്കാൻ പോയി. അവർക്ക് എത്രയേ ഉള്ളൂ, അവരുടെ കാര്യം നോക്കണം. അത് എവിടെ നക്കിയാലും അവർക്ക് പ്രശ്നമില്ല. അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ കൂട്ടിക്കൊടുപ്പുകാരാണ് അവർ. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കുന്ന കുബുദ്ധി ക്രിസംഖികളിൽ നിന്നാണ് സംഖ്യകൾക്ക് കിട്ടിയത് എന്ന്. ഏതായാലും ഇതിൽ റെഫറൻസ് ഉണ്ട്. ഖിലാഫത്ത് സ്മരണകൾ, മോഴിക്കുന്നത്ത് ബ്രഹ്മതത്തൻ നമ്പൂതിരിപ്പാട്. ഇത് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അതാണ് ഞാൻ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് തന്നത്. ഇത് മറ്റു പല ബ്ലോഗർമാരും ബ്ലോഗിൽ ഇട്ടിട്ടുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ തല കഷ്ണയുടെ അങ്ങനെ പേരെപ്പോഴും മറക്കും, ഓർത്ത് വെക്കണമെന്ന് വിചാരിക്കും. മുട്ടത്തലയെന്ന് വിളിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ മലേഷ്യയിലോ അതോ ഇന്തോനേഷ്യയിലോ മറ്റോ ഇരുന്നിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ഇത് ചെയ്തതായിട്ട് കണ്ടു. പലരും എന്നോടും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാനിത് വിശദീകരിക്കുന്നത്, ഈ അറിവ് നിങ്ങളിലേക്ക് പകരുന്നത്. ഏതായാലും എന്നും എപ്പോഴും എൻ്റെ ജീവിതാനുഭവമാണ്. എന്നെ ഇന്നേ വരെ മുസ്ലിം ചതിച്ചിട്ടില്ല. ഹിന്ദുക്കൾ ചതിയല്ല, അവർ മണ്ടന്മാരാണ് വാസ്തവത്തിൽ, അവിവേകികൾ. അതിൻ്റെ പേരിൽ പലപ്പോഴും അവരെറിയുന്ന ഏറ് കണ്ണടിച്ച പൊട്ടന്മാർ ഏറെന്ന് പറയില്ല, എന്ന് പറഞ്ഞാൽ ഏറിയും. പക്ഷേ ഹിന്ദുക്കളും അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഈ പറയുന്ന ഹിന്ദുത്വവാദികളല്ല, സംഘികളല്ല, അല്ലാത്ത ഹിന്ദുക്കളും ചതിയന്മാരല്ല അവർ. പക്ഷേ ചതി കൈമുതലാക്കിയിട്ടുള്ള മുഖമുദ്രയാക്കിയിട്ടുള്ള ചെറ്റകളാണ് വാസ്തവത്തിൽ ക്രിസംഖികൾ, നസ്രാണികൾ. അതെന്നും ഞാൻ പറയാറുണ്ട്. പലരും പറയും എന്താ അങ്ങനെ പറയുന്നത്. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. എന്നിട്ട് അത് മൂടി വെച്ചു. ഇപ്പോൾ പതുക്കെ അതിൻ്റെ നാറ്റം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇതിങ്ങനെ ഒരു പുസ്തകമായിട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ എല്ലാ ഓൺലൈനിലും പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഏതായാലും നമസ്കാരം, സന്തോഷം.